നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് ഡിഗ്രി പ്രോഗ്രാംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കരിയർ പ്രോഗ്രഷനിൽ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളും ജനറൽ നഴ്സിംഗ് പോലുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കരിയർ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഏതാനും ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. നമുക്കറിയാം പാരാമെഡിക്കലിലാണെങ്കിലും നഴ്സിംഗിലാണെങ്കിലും നിരവധിയായിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയായിരിക്കാം. ജനറൽ നഴ്സിംഗിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് 2 വർഷത്തെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് BSc നേഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു BSc നേഴ്സായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനായിട്ട് ജനറൽ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. റെഗുലർ ആയിട്ട് തന്നെ നിങ്ങൾ കോഴ്സ് പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ ചില കോളേജുകളിലാണെങ്കിലും കേരളത്തിൻ്റെ പുറത്തും, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിലായിക്കോട്ടെ, കേരളത്തിന് പുറത്ത് ഏതാനും ചില പ്രൈവറ്റ് കോളേജുകളാണെന്നുണ്ടെങ്കിലും സ്റ്റൈഫൻഡോടുകൂടി തന്നെ കോഴ്സുകൾ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ് കോളേജുകളിലാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഫീസ് അടച്ച് അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് വാങ്ങി തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ആ സെയിം പ്രോസസ്സിൽ തന്നെ പ്രൈവറ്റ് കോളേജുകളിലും കേരളത്തിൻ്റെ പുറത്തേക്കുള്ള ഏതാനും ചില പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ആണെങ്കിലും സ്റ്റൈഫൻ സ്കീമിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ, റെഗുലർ കോഴ്സുകൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്ലോമയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇതുകൂടാതെ തന്നെ പാരാമെഡിക്കലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നിലവിൽ കേരളത്തിൽ DPharm അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ മാത്രമാണ് അപ്ഗ്രേഡ് ചെയ്ത് BPharm കോഴ്സിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഡിപ്ലോമ ഫാർമസി അതായത് DPharm കോഴ്സ് 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയർ BPharm കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ BPharm കോഴ്സിലേക്ക് നിങ്ങൾക്ക് ബാക്കി BPharmൻ്റെ സിലബസ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഫാർമസി കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിലും നിരവധി ഓപ്ഷൻസും ആ ഒരു കാര്യത്തിലും അവൈലബിൾ ആണ്. അതേസമയം പാരാമെഡിക്കൽ ആയിട്ടുള്ള മറ്റുള്ള കോഴ്സുകൾ MLT ആയിക്കോട്ടെ, AT, OT, MIT, റെസ്പിറേറ്ററി തെറാപ്പി, ഡയാലിസിസ് ടെക്നീഷ്യൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ലാറ്ററൽ എൻട്രിയിലേക്ക് ഓപ്ഷൻസ് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്നത് കേരളത്തിൻ്റെ പുറത്തേക്കുള്ള ഓപ്ഷൻസിലേക്കാണ്. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ നമുക്കറിയാം 3 വർഷത്തെ കോഴ്സ് പീരീഡ് ആണ്. ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി വരെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയ ഫീസിൽ ഏകദേശം 1 ലക്ഷത്തിൽ താഴെ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ലാറ്ററൽ എൻട്രി വഴി കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിഗ്രി ഹോൾഡറായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏത് സ്ട്രീമിലാണോ നിങ്ങൾ ഡിപ്ലോമ പഠിച്ചത് ആ സ്ട്രീമിൽ തന്നെ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡറായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂവിനായിക്കോട്ടെ, അല്ലെങ്കിൽ എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ ഡിഗ്രി അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഡിപ്ലോമ, അത് നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ കരിയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് പോസ്റ്റ് ബേസിക് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും സ്റ്റൈഫൻഡോടുകൂടി തന്നെ നിങ്ങൾക്ക് റെഗുലർ കോഴ്സുകൾ പഠിക്കാനായിട്ടുള്ള അവസരങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി ഡിഗ്രി കോഴ്സായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള അവസരവും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലാണെങ്കിലും നിരവധിയായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും BSS, CMAI അതുപോലെയുള്ള ഏതാനും ചില സംഘടനകളുടെ പേരിലൊക്കെ ആണെങ്കിലും നിരവധിയായിട്ടുള്ള കോഴ്സുകൾ പാരാമെഡിക്കൽ സ്ട്രീമുകളിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും വാലിഡ് അല്ലാത്ത കോഴ്സുകളാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തവരോ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ജോയിൻ ചെയ്യാനിരിക്കുന്നവരോ ആണെങ്കിൽ ഒരിക്കൽ കൂടി ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബിവോക് കോഴ്സുകളൊക്കെ നിരവധിയായിട്ടുള്ള പാരാമെഡിക്കൽ സ്ട്രീമുകളിൽ നടത്തപ്പെടുന്നുണ്ട്. ഇതൊന്നും UGC വാലിഡ് ആയിട്ടുള്ള കോഴ്സുകളല്ല. അപ്പോൾ ഒരു കാരണവശാലും ബിവോക് കോഴ്സുകൾ പാരാമെഡിക്കൽ സ്ട്രീമുകൾ നടത്താൻ പാടില്ല എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് UGCയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുമുണ്ട്. അപ്പം ഇതൊന്നും റെക്കഗ്നൈസ്ഡ് അല്ലാത്ത കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. നിരവധി കുട്ടികളും പേരൻസും എല്ലാ വർഷവും ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ അവർ അബ്രോഡിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്തോ ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്തോ ആയിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ പ്രത്യേകം പരിശോധിക്കുക. പാരാമെഡിക്കൽ കോഴ്സുകളിൽ നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. കഴിവതും നിങ്ങൾ ഡിഗ്രി കോഴ്സുകളായിക്കോട്ടെ ഡിപ്ലോമ കോഴ്സുകളായിക്കോട്ടെ DMEയുടെ കീഴിലുള്ളതോ അല്ലെങ്കിൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവൽ ആയിട്ടുള്ള കോളേജുകളിലോ മാത്രം പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.